രവീന്ദ്രനാഥ ടാഗോർ കൊൽക്കത്തയിലെ കൊട്ടാര സദൃശമായ ജോറസംഗോ ഗൃഹത്തിൽ 1861 മെയ് 7-ന് ദേവേന്ദ്രനാഥ ടാഗോറിന്റെയും ശാരദാദേവിയുടെയും 14 മക്കളിൽ 13-ാമനായി പിറന്നു. വീടിനടുത്തുള്ള പ്രാഥമിക വിദ്യാലയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. 1877-ൽ ടാഗോർ തന്റെ കൃതികളുടെ ഒരു സമാഹാരം പുറത്തിറക്കുകയും അതിൽ മൈഥിലി ഭാഷയിൽ എഴുതിയ കവിത ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ബംഗാളി ഭാഷയിലെ ആദ്യത്തെ ചെറുകഥയായ ഭിഖാരിണി ഭിക്ഷക്കാരി ടാഗോർ 1877-ൽ രചിച്ചു. 1882-ൽ സന്ധ്യസംഗീത് എന്ന സമാഹാരത്തിൽ പ്രസിദ്ധമായ ഉറക്കമുണർന്ന വെള്ളച്ചാട്ടം എന്ന കവിതയും ഉൾപ്പെട്ടിരുന്നു. അഭിഭാഷകനാകണമെന്ന മോഹത്തോടെ 1878-ൽ ടാഗോർ ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ സർക്കാർ വിദ്യാലയത്തിൽ ചേർന്നു. 1883 ഡിസംബർ 9-ന് ടാഗോർ മൃണാളിനി ദേവിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 5 മക്കൾ ജനിച്ചുവെങ്കിലും 2 പേർ പ്രായപൂർത്തിയാകും മുമ്പ് മരണമടഞ്ഞു. 1890-ൽ ടാഗോർ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള ഷീലൈഥ എന്ന സ്ഥലത്തുള്ള തൻ്റെ കുടുംബസ്വത്ത് ഏറ്റെടുത്തു. ഈ കാലത്ത് ടാഗോറിൻ്റെ സാധന കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സാഹിത്യപരമായി ടാഗോറിൻ്റെ ഏറ്റവും ഫലപുഷ്ടിയുള്ള കാലമായിരുന്നു ഇത്. 3 വാല്യങ്ങളിലായി വിരോധാഭാസവും വികാരാധിക്യവും നിറഞ്ഞ 84 കഥകളടങ്ങിയ ഗൽഭഗുച്ഛയുടെ പകുതിയും പൂർത്തിയാക്കിയത് ഈ കാലത്താണ്. ഇതിൽ ടാഗോർ ഗ്രാമീണ ബംഗാളി ജീവിതങ്ങൾ വരച്ചു കാണിച്ചിരിക്കുന്നു. 1901-ൽ ടാഗോർ ഷീലൈഥ വിട്ട് പശ്ചിമബംഗാളിലെ ശാന്തിനികേതനത്തിൽ താമസം ആരംഭിച്ചു. അവിടെ തറയിൽ വെണ്ണക്കല്ല് പതിച്ച പ്രാർത്ഥനാമുറിയുള്ള ഒരു ആശ്രമവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വിദ്യാലയവും പുഷ്പവൃക്ഷ തോട്ടങ്ങളും ഒരു വായനശാലയും അദ്ദേഹം സ്ഥാപിച്ചു. ഇവിടെ വെച്ച് ടാഗോറിന്റെ ഭാര്യയും 1902-ൽ 2 കുട്ടികളും മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവ് 1905 ജനുവരി 19-ന് മരണമടഞ്ഞു. ടാഗോറിന് വ്യക്തിപരമായി അളവറ്റ ദുഃഖമുളവാക്കിയ പല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വന്ന ഈ കാലഘട്ടത്തിന്റെ അന്ത്യത്തിൽ ക്ലേശകരമായ ഒരു പൊതുകാര്യ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന് മുഴുകേണ്ടതായി വന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ച് നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിനെതിരായി 1905-ൽ ആരംഭിച്ച സംഘടിത പ്രക്ഷോഭത്തിൽ ഇദ്ദേഹവും ഭാഗവാക്കായി. 1878 മുതൽ 87 വരെ പ്രസിദ്ധീകൃതങ്ങളായ ആദ്യകാല കൃതികളെ തുടർന്ന് മറ്റു പലതിനും പുറമെ 1888-ൽ മയാർ ഖേല, രാജ ഓ റാണി എന്നീ നാടകങ്ങളും 1903-ൽ ചോഖേർ ബാലി വിനോദിനി, 1906-ൽ നൗകാ ഡൂബി കപ്പൽഛേദം എന്നീ നോവലുകളും എഴുതി. ആയിടയ്ക്ക് പിൽക്കാലത്ത് വിഖ്യാതി നേടിയ ഗോറ എന്ന നോവൽ രചിച്ചു തുടങ്ങുകയും 1910-ൽ അത് പൂർത്തിയാക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ ബംഗാളിയിൽ ഗീതാഞ്ജലിയും പുറത്തു വന്നു. അക്കൊല്ലം തന്നെ ടാഗോർ ഇംഗ്ലണ്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പ്രശസ്ത ഇംഗ്ലീഷ് കവിയായ W.B. യേറ്റ്സിനെയും C.F. ആൻഡ്രൂസിനെയും ഗീതാഞ്ജലി വായിച്ചു കേൾപ്പിക്കാൻ ടാഗോറിന് അവസരമുണ്ടായി. 1913 നവംബർ 14-ന് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1930-കളിൽ ഇന്ത്യക്കാരിലെ അസാധാരണമായ ജാതിബോധവും തൊട്ടുകൂടായ്മയും ടാഗോറിനെ അസ്വസ്ഥനാക്കി. അതിനെതിരായി പ്രഭാഷണ പരമ്പരകളും ദളിതർ മുഖ്യ കഥാപാത്രങ്ങളാകുന്ന നാടകങ്ങളും കവിതകളും രചിച്ചു. ജാതി വ്യവസ്ഥ തീവ്രമായിരുന്ന കേരളത്തിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദളിതരെ പ്രവേശിപ്പിക്കണമെന്ന് അധികാരികളോട് ടാഗോർ ആവശ്യപ്പെട്ടു. ജീവിതത്തിലെ അവസാന വർഷങ്ങളിൽ ടാഗോർ ലോകപ്രസിദ്ധനായിരുന്നു. പ്രത്യേകിച്ച് ഗാന്ധിക്കെതിരായിരുന്ന നിലപാടുകളിൽ 1934 ജനുവരി 15-ന് ബീഹാറിലുണ്ടായ ഭൂമികുലുക്കം ദളിതരെ പിടിച്ചടക്കിയതിന് ലഭിച്ച ദൈവശിക്ഷയാണെന്ന് ഗാന്ധിജിയുടെ പ്രസ്താവനയെ ടാഗോർ കഠിനമായി എതിർത്തു. ബംഗാളി ജനതയുടെ സാമൂഹികവും സാമ്പത്തികവുമായ അധപ്പതനവും കൊൽക്കത്തയിൽ പതിവായ ദാരിദ്ര്യവും അദ്ദേഹത്തെ വളരെ വ്യാകുലപ്പെടുത്തി. 1915-ൽ ടാഗോർ ബ്രിട്ടീഷ് രാജവംശത്തിൽ നിന്ന് നൈറ്റ് പദവി സ്വീകരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂഷിതമായ സംഭവമാണ് 1919 ഏപ്രിൽ 13-ലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ ഡയറാണ് ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവ് നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ടാഗോർ തനിക്ക് ലഭിച്ച നൈറ്റ് പട്ടം ഉപേക്ഷിച്ചു. 1915-ൽ ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം വിളിച്ചത് ടാഗോർ ആയിരുന്നു. ടാഗോറിൻ്റെ 2 ഗാനങ്ങൾ 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങളാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം അമാർ ഷോണാർ ബാംഗ്ലയും. നീണ്ട കാലത്തെ രോഗാവസ്ഥയ്ക്ക് ശേഷം ടാഗോർ 1941 ഓഗസ്റ്റ് 7-ന് തൻ്റെ ജന്മഗൃഹമായ ജോറസംഗോവിൽ വെച്ച് മരണമടഞ്ഞു.